ഹായ് ഫ്രണ്ട്സ്, അപ്പൊ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. എല്ലാവരും സുഖമായിട്ടിരിക്കുക, സന്തോഷമായിട്ട്. അപ്പൊ ഇന്നത്തെ നമ്മള് സ്പെഷ്യൽ നെയ്ച്ചോറാണ് കേട്ടോ. നമുക്ക് 5-10 മിനിറ്റിനുള്ളിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി നെയ്ച്ചോറാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ എല്ലാവരും വീഡിയോ കാണാം. വീഡിയോ ഇഷ്ടമായാല് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. പിന്നെ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യണേ. അതിന്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് അമർത്തി ഓളൊന്ന് പ്രസ് ചെയ്താൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷൻ ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രദ്ധിക്കണേ. എന്നാലേ ഞാൻ ഇതിലിടുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ എന്താന്ന് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ കേട്ടോ, ശരിക്കും മനസ്സിലാവുള്ളൂ. അപ്പൊ നമുക്ക് ഇനി നെയ്ച്ചോറ് ഉണ്ടാക്കി തുടങ്ങാം. അപ്പൊ ഞാൻ കുക്കറിലാണ് നെയ്ച്ചോറ് ഉണ്ടാക്കണത്. അപ്പൊ ഇത് 5 ലിറ്ററിന്റെ കുക്കർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഇനി ഒരു ടീസ്പൂൺ നെയ്യും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓയിൽ നന്നായിട്ടൊന്ന് ചൂടായതിനു ശേഷം ഇതിലേക്ക് ഒരു സവാള അരിഞ്ഞത് കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. സവാള ഇതുപോലെ കനം കുറച്ചിട്ട് നീളത്തിൽ ഒന്ന് അരിഞ്ഞിട്ടുള്ളതാണ്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ സവാള നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കണേ. ഒരു ബ്രൗൺ നിറാണ് വരെ നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കുക കേട്ടോ. ഇപ്പൊ നമ്മളെ സവാള നന്നായിട്ടൊന്ന് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. അതുപോലെ ബ്രൗൺ നിറായി വന്നിട്ടുണ്ട് കേട്ടോ. ഇത്രയും ആയി കിട്ടിയാൽ മതിട്ട്, നമുക്ക് കൂടുതൽ കരിഞ്ഞു പോവരുത് കേട്ടോ. കരിഞ്ഞു പോയാൽ ചോറിന് കയ്പ്പരസും കളർ മാറ്റും വരാൻ സാധ്യത ഉണ്ട്. അപ്പൊ ഇതാ സവാള മുഴുവനും ഞാൻ കോരി മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക കേട്ടോ. അപ്പൊ ഞാൻ എന്താ അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ട് കൊടുക്കണ്ടേ. പിന്നെ ഇതിന്റെ അളവൊന്നും ഞാൻ പറയല്ലോ കേട്ടോ. ഇതൊക്കെ അവനവന്റെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കുക കേട്ടോ. എത്ര വേണമെങ്കിലും കൂട്ടിയോ കുറച്ചൊക്കെ എടുക്കുക കേട്ടോ. അപ്പൊ ഇതാ ഞാൻ ഇതിവിടെ നന്നായിട്ടൊന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് എണ്ണയിൽ കോരി മാറ്റാം. അപ്പൊ ഞാനിവിടെ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഇതിൽ നിന്ന് കോരി മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ എണ്ണയ്ക്ക് ഏലക്ക ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പൊ ഞാൻ ഇവിടെ 4 ഏലക്ക എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 കഷ്ണം പട്ട കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 3 ഗ്രാമ്പു കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ബിരിയാണിക്ക് ഇടുന്ന സ്റ്റാർ ഇല്ലേ, ഈ സ്റ്റാർ ഇതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം കൂടി എണ്ണയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണേ. ഇത് നന്നായിട്ടൊന്ന് മൂത്ത് കിട്ടണം കേട്ടോ. എന്നാലേ നമ്മളെ ചോറിന് നല്ലൊരു മണം ഒരു ടേസ്റ്റ് ഒക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പൊ നമ്മളെ സ്പൈസസ് ഒക്കെ നന്നായിട്ടൊന്ന് മൂത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അരി ഇട്ട് കൊടുക്കാം. നമ്മൾ അരി എണ്ണയിലിട്ടിട്ടൊന്ന് വറുത്തതിന് ശേഷമാണ് കേട്ടോ നെയ്ച്ചോറ് ഉണ്ടാക്കിയെടുക്കണത്. അങ്ങനെ ഉണ്ടാക്കണ നെയ്ച്ചോറിന് പ്രത്യേക ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പൊ ഞാൻ എന്താ അതിലേക്ക് അരി നന്നായിട്ടൊന്ന് കഴുകിയിട്ട് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കണ്ടേ. 1 കപ്പ് അളവിൽ അരി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതാ ഞാൻ അവിടെ മുഴുവനായിട്ടൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. അതുപോലെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം കേട്ടോ. നമ്മളെ ആ സ്പൈസസിന്റെ ഒക്കെ സ്മെല്ല് നന്നായിട്ടൊന്ന് അരിയിലൊന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കണത്. പിന്നെ ഒരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ അങ്ങനെ ഉണ്ടാക്കണം നെയ്ച്ചോറിന്. അപ്പൊ ഞാൻ എന്താ അരിയൊക്കെ നന്നായിട്ടൊന്ന് വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പൊ ചുടുവെള്ളമാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുക്കണത്, പച്ചവെള്ളം അല്ല കേട്ടോ, ചുടുവെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. പിന്നെ വെള്ളത്തിന്റെ അളവ് എന്ന് പറയുന്നത് നമ്മൾ ഏത് പാത്രത്തിലാണോ അരി എടുത്തത് വെച്ചാൽ അതിന്റെ ഇരട്ടി വെള്ളം ആണ് എടുക്കേണ്ടത് കേട്ടോ. അപ്പൊ നമ്മൾ 1 കപ്പ് അരി എടുത്താൽ 2 കപ്പ് വെള്ളം എടുക്കണേ. അപ്പോഴാണ് നമ്മളെ ചോറ് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടുള്ളൂ കേട്ടോ. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആയി കൊടുക്കട്ടോ. വെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇതുപോലെ ഞാനിപ്പോ ഈ കപ്പില് 1 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. ഇതിന് 2 കപ്പ് വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു രീതിക്കാണ് കേട്ടോ നമ്മൾ നെയ്ച്ചോറ് ഉണ്ടാക്കിയെടുക്കുമ്പോൾ വെള്ളം എടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി കുറച്ച് നാരങ്ങ നീരും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണ്ടേ. 1 നാരങ്ങന്റെ പകുതി നീരാട്ടോ. നമ്മളെ ചോറ് കട്ട പിടിക്കാതെ നന്നായിട്ടൊന്ന് വേറിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പൊ ഞാൻ അത് അതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആയി കൊടുക്കട്ടോ. അതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ആയി കൊടുക്കണേ. എന്നിട്ട് അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് 1 വിസിലൊന്ന് അടിച്ച് കിട്ടിയാൽ മതിയേ. 1 വിസിൽ അടിച്ചതിന് ശേഷം കുക്കറിന്റെ പ്രഷർ കളയാതെ അങ്ങനെ തന്നെ വെച്ചാൽ മതി കേട്ടോ. അപ്പൊ ഇതാ നമ്മളെ കുക്കറിന്റെ പ്രഷറൊക്കെ നന്നായിട്ടൊന്ന് പോയിട്ടുണ്ട്. നമുക്കതൊന്ന് തുറന്ന് നോക്കാം. അപ്പൊ ഇതാ നമ്മളെ ചോറൊക്കെ നല്ല അടിപൊളിയായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഒട്ടി പിടിച്ചിട്ടൊന്നും ഇല്ല കേട്ടോ. 1 വിസിൽ അടിച്ചിട്ടുള്ളൂ കേട്ടോ. 1 വിസിൽ അടിച്ചതിന് ശേഷം പിന്നെ കുക്കറിന്റെ പ്രഷർ കളയാതെ അങ്ങനെ തന്നെ വെച്ചിട്ടുള്ളതാണ്. ഈ കുക്കർ തുറന്നതിന് ശേഷം നമുക്ക് ചോറ് പൊടിയാത്ത രീതിയിൽ ഇതുപോലെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം കേട്ടോ. അതുപോലെ ഒന്ന് മെല്ലെ ഇളക്കിയിട്ട് കൊടുക്കാം കേട്ടോ. ചോറ് പൊടിയാത്ത രീതിയിൽ
ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ച സവാളയും അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പൊ ഞാൻ എന്താ ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കണ്ടേ. അപ്പൊ നമ്മളെ അടിപൊളിയായിട്ടുള്ള നെയ്ച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ് കേട്ടോ. ഒരു 10 മിനിറ്റിനുള്ളിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള നെയ്ച്ചോറാണ് കേട്ടോ ഞാൻ ഇവിടെ ചെയ്തിട്ടുള്ളത്. അപ്പൊ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഈ നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടോ. എന്നിട്ട് നിങ്ങളെ കമന്റുകളൊക്കെ ഒന്ന് അറിയിക്കുക. അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യണേ. അതിന്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി അമർത്തി ഓൾ എന്ന് പ്രസ് ചെയ്താല് ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പൊ മറ്റൊരു വീഡിയോയുമായി നാളെ 3 മണിക്ക് വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.